ഹലോ അസ്സാം വലൈക്കും. ഈ സമൂസ ഷീറ്റ് വെച്ചിട്ട് സമൂസ മാത്രമാണോ നിങ്ങൾ ഉണ്ടാക്കൽ? എന്നാൽ പിന്നെ അതൊക്കെ ഒന്ന് മാറ്റിക്കോട്ടോ. സമൂസ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് അത് വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്ന ലസാനിയ ഇല്ലേ, അതാണ് കേട്ടോ. ലസാനിയ ഷീറ്റ് കിട്ടിയില്ല, അപ്പോൾ ഈ സമൂസ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിന് മുന്നേ ഞാൻ ഇതേ റെസിപ്പി തന്നെ ബ്രെഡ് വെച്ചിട്ടും ചെയ്തിട്ടുണ്ടേനും, അതും നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എന്താ പറയുക, ഇന്ന് ഞാൻ സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതാ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തില്ലേ, അത് ഇതേപോലെ ഇതിലേക്ക് ഇട്ടിട്ട് ഉള്ളി നല്ലപോലെ വഴറ്റിയെടുക്കുക. എന്നതിന് ശേഷം ഒരു ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അതിട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അതിട്ട് കൊടുക്കുക. പിന്നെ ഇത് ഒരു 250 ഗ്രാം ചിക്കൻ ഇല്ലേ, എല്ലില്ലാത്ത പീസ് ചിക്കനും ബ്രസ്റ്റ് പീസ് ഇല്ലേ, ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താണ്. വെളുത്തുള്ളിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഈ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചിക്കനില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ചിക്കൻ ഇതേപോലെ വെള്ള കളറായി വരും കേട്ടോ. ഈ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് 1.5 ടീസ്പൂണാണ്, ചെറിയ സ്പൂണ് കാശ്മീരി മുളക് പൊടിയിൽ. ഞാനിപ്പോൾ വലിയ സ്പൂണിലിട്ട് നോക്കേണ്ട, ഞാൻ ഒരളവിൽ തന്നെ ഇട്ടിട്ടുള്ളൂ. കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒറിഗാനോ ഇല്ലേ, അത് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഒറിഗാനോ, അത്രയും മതിയാകും കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത്, നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഒരു തക്കാളി മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ട് അങ്ങനെ ചേർത്താൽ മതി. ഞാൻ ഇപ്പോൾ ഈ ടൊമാറ്റോൻ്റെ പ്യൂരില്ലേ, അതായിട്ട് റെഡിയാക്കി എടുക്കുന്നത്. മിക്സിയിൽ അരച്ചിട്ടുള്ളത് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. ഒരു തക്കാളിയായിട്ട് എടുത്തിട്ടുള്ളൂ. വലുതായതുകൊണ്ടാണ് ഒന്നെടുത്തത്, അല്ല ചെറുതാണെങ്കിൽ 2 എണ്ണമൊക്കെ എടുത്തോട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പില്ലേ, അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തക്കാളിൻ്റെ പച്ച ചുവയിൽ അതൊക്കെ ഒന്ന് മാറണം. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ലാസ്റ്റായിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ തക്കാളിയിലത്തെ വെള്ളം എല്ലാം വറ്റി വരും കേട്ടോ. പിന്നെ ഇതിലേക്കൊന്നും വേണ്ട. അപ്പോൾ ഈ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് എല്ലാവർക്കും അറിയുണ്ടാകും വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത്. എന്നാൽ പിന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. ഒരു പാൻ വെച്ച് ചൂടാക്കിയതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ഇല്ലേ, അതിട്ടിട്ട് നല്ലപോലെ മൈദേൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കുക കേട്ടോ. നല്ലോണം മൈദൻ്റെ കുത്തുന്ന ചുവ ഉണ്ടാവില്ല, അതുണ്ടാവരുത്. അപ്പോൾ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഈ വൈറ്റ് സോസ് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയുണ്ടാവും. എന്നാലും പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം പാല്, നമ്മൾ മൈദ ഇട്ടാൻ തിക്നെസ്സിനനുസരിച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നല്ല കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ പാല് കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്താൽ അത് നമുക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം തിക്നെസ് വേണമെന്നുള്ളത്. അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് എടുത്തത്. പിന്നെ ഇതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, ഒറിഗാനോ ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ ചെറിയ സ്പൂണില്ലേ ഒറിഗാനോ ഇല്ല, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതേപോലെ ഉണ്ടാക്കി ഇതിലേക്ക് നമുക്ക് പാസ്ത വേവിച്ചിട്ട് ഇങ്ങനെ ഇതിലേക്ക് ഇട്ടിട്ട് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. ചിക്കൻ്റെ ഒന്നും വരെ ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഈ വൈറ്റ് സോസ് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ വൈറ്റ് സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു ട്രേ ആണ് എടുത്തത്. നിങ്ങൾ എടുക്കുന്ന ട്രേക്ക് അനുസരിച്ച് എടുക്കാം. പിന്നെ ഇതാ ഫസ്റ്റ് ലെയർ ആയിട്ട് നമ്മളെ വൈറ്റ് സോസ് ഇല്ലേ, അത് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും വൈറ്റ് സോസ് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഈ സുസിൻ്റെ സമോസ ഷീറ്റില്ലേ, അതാട്ടോ എടുത്തത്. അതിപ്പോൾ സമോസ ഷീറ്റ് ഞാനിപ്പോൾ 2 എണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒന്നാകുമ്പോൾ ഭയങ്കര തിന്നായി പോകും, അതുകൊണ്ട് ജസ്റ്റ് 2 എണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഇതേപോലെ എനിക്ക് എന്താ പറയുക, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ ഇതിൻ്റെ സെയിം അളവിൽ ഞാൻ ഈ സമൂസ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തില്ല. അങ്ങനെ ആകുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്താ പറയുക, ഞാൻ ഒരു ഫോട്ടോ കൊടുക്കുന്നുണ്ട്. അതിലിങ്ങനെ പൊന്തി ഇങ്ങനെ നിൽക്കുന്നില്ല, അതുണ്ടാവുമല്ലോ. പക്ഷേ ആ ഭാഗമൊക്കെ നല്ല പോലെ കുക്കായതാണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ കട്ട് ചെയ്തിട്ട് കറക്റ്റ് നമ്മൾ എടുക്കുന്ന ട്രേക്ക് അനുസരിച്ച് മാത്രം സമൂസ ഷീറ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളെ ഫില്ലിങ്ങിൽ ഒരു ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ വൈറ്റ് സോസ് ഇല്ലേ, അതാക്കി കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ഒരു പിശുക്കും കാണിക്കേണ്ട നമ്മളെ മൊസറല്ല ചീസില്ലേ അതും കൂടി നല്ലോണം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നമ്മളെ ഫസ്റ്റിലത്തെ ലെയറാണ് കേട്ടോ. ഇതേപോലെ നിങ്ങൾക്ക് എത്രത്തോളം ലെയർ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാം. മാക്സിമം ഒരു 2-3 അത്രയായിട്ട് ഒരു ട്രേയിൽ സെറ്റാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഒരു ലെയർ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വീണ്ടും അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. സമൂസ ഷീറ്റ് വെച്ച് കൊടുക്കുക, ഫില്ലിങ് വെക്കാം. എന്നിട്ട് ഞാനിത് അതിൻ്റെ മേലെ വീണ്ടും സമൂസ ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ വൈറ്റ് സോസ് ഇതേപോലെ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലെ മൊസറല്ല ചീസില്ല അത് നല്ല പോലെ ഇട്ടോ കേട്ടോ. അഥവാ ഈ കുറവ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ലൈസ്ഡ് ചീസ് വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് നമുക്കിതൊരു ഓവനിലാണേ 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് അത്രത്തോളം മതി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കുക്കായി കിട്ടും. അഥവാ നിങ്ങൾ സ്റ്റൗ ടോപ്പിലാണ് വെക്കുന്നതെന്ന് വെച്ചാൽ ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10-20 മിനിറ്റ് 25 മിനിറ്റ് അത്രയും വേണ്ടി വരും കേട്ടോ. ആ സമയം കൊണ്ട് ഈ ചീസ് നല്ലോണം നമുക്ക് മെൽട്ടായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഞാനതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ മുന്നേ ഇതിലേക്ക് കുറച്ച് ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ബേക്കായി വന്നാൽ കാണാനുള്ളൊരു ഭംഗിക്കും ടേസ്റ്റും ഉണ്ടാകും കേട്ടോ. ഒറിഗാനോ ഈ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇടുമ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടെല്ലാം നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് ബേക്കായി വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലുണ്ട് മക്കളെ. എന്താ പറയുക, നമ്മൾ എന്തായാലും ഒരു പീസ് കഴിച്ചേ പറ്റുള്ളൂ. അത്രക്കും അടിപൊളിയാണ് കേട്ടോ. ഇതാ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ടുള്ള സമൂസ ഷീറ്റ് വെച്ചുള്ള ലസാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സമൂസ ഷീറ്റ് കൊണ്ട് നമുക്ക് ഇതൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. നാളെ വേറൊരു റെസിപ്പി ആയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. അപ്പോൾ അതുവരേക്കും ബൈ ബൈ, താങ്ക് യു. പിന്നെ ഇതുണ്ടാക്കി നോക്കാൻ മറക്കല്ല കേട്ടോ. ട്രൈ ചെയ്യണേ എന്തായാലും. നിങ്ങൾ ഫീഡ്ബാക്ക് ജസ്റ്റ് ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ.